നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്ന് റിലേഷൻഷിപ്പ് റീഡിങ് എടുക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് ലോങ് റീഡിങ്ങിലേക്ക് ഇന്ന് പോകില്ല. ഓക്കെ, കുറച്ചുകൂടി ചെറിയ ചെറിയ റീഡിങ്സ് ആക്കിയാലേ എനിക്ക് 2 ഇടാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ്. ഓക്കെ, ഇന്നത്തെ എടുക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ, ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ ഇപ്പോൾ ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കാം. അത് റൊമാൻറ്റിക് ആവാം. ഓക്കെ, മോസ്റ്റ്ലി അങ്ങനെ തന്നെ പറയാം. വേറെ ടൈപ്പ് ഞാൻ പിന്നെ ഒരിക്കൽ പറയാം. ഓക്കെ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി, നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ അത് എന്ത് സിറ്റുവേഷനും ആയിക്കോട്ടെ, മാരീഡ് നിങ്ങൾ ഹസ്ബൻഡിനെ കുറിച്ചാണ് ചോദിക്കുന്നത്, വൈഫിനെ കുറിച്ചാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്സ്, അല്ലെങ്കിൽ നിങ്ങൾ സിംഗിൾസ് ആണ്, സിംഗിൾസ് നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലാണ്, അങ്ങനത്തെ എന്ത് തന്നെ ആയാലും ശരി, നമുക്ക് ആ സിറ്റുവേഷനെ കുറിച്ച്, അതായത് ആ ബന്ധത്തിനെ കുറിച്ച്, എന്തിനാണ് ആ റിലേഷൻ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഈ ഒരു ബന്ധം നിങ്ങളുടെ ജീവിതത്തിൽ എന്തിനാണ് വന്നിട്ടുള്ളത്, നിങ്ങളുടെ ഭാഗത്തുനിന്ന് ആണ് നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഈ റിലേഷൻ എന്താണ് എന്ന രീതിക്ക് എടുക്കാം നമുക്ക്. ഓക്കെ, പേഴ്സൻ്റെ ഫീലിങ്സും വരും അതിൽ, അപ്പോൾ അങ്ങനെയല്ലേ നമുക്ക് കണക്ട് ചെയ്ത് പറയാൻ പറ്റുള്ളൂ, അല്ലേ? ഓക്കെ, ലെറ്റ്സ് സീ. ടവർ കാർഡ്, 10 of Pentacles, Emperor, Six of Wands, and King of Swords. High Priestess and Judgment. Okay, wow. Oh, wow. ഒരു സ്പിരിച്വൽ കണക്ഷൻ്റെ റെപ്രസെൻറ്റേഷൻ എനിക്ക് നല്ലോണം കിട്ടിയിട്ടുണ്ട് ഇവിടെ. ഞാൻ അത് എടുക്കുന്നില്ല, ജസ്റ്റ് കണ്ടപ്പോൾ ഒന്ന്. ഓക്കെ, ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആവാം നിങ്ങളുടെ. ഓക്കെ, അതായത് സ്പിരിച്വൽ കണക്ഷൻ എന്ന് പറയുമ്പോൾ, ഒന്ന് നമ്മൾ പാസ്റ്റ് ലൈഫിൻ്റെ കാര്യം പറയും. ഓക്കെ, പാസ്റ്റ് ലൈഫ് നിങ്ങളുടെ കണക്ഷനാണ് എന്ന് പറയാം. അതായത് ഏതെങ്കിലും ഒരു ജന്മത്തിൽ കേട്ടോ, ഇതിപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ കഴിഞ്ഞു പോയ ജന്മം അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ഏതെങ്കിലും ഒരു ജന്മത്തിൽ ഓക്കെ, നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. അതിപ്പോൾ എന്ത് തരത്തിലും ആവാം. അത് പക്ഷേ ചിലപ്പോൾ നല്ലതിനും ആവാം, ചീത്തയ്ക്കും ആവാം, നോക്കാം നമുക്ക്. അപ്പം അങ്ങനെ ഒരു റിലേഷൻ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വന്നതാണ് എന്ന രീതിയിലും, ആൻഡ് അത് നിങ്ങളെ എവിടേക്കോ കുറേ സ്പിരിച്വൽ ആക്കുന്നതായിട്ടും കാണുന്നുണ്ട്. സ്പിരിച്വൽ ആക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറേ കൂടി ദൈവവിശ്വാസം, ഭക്തി കാര്യങ്ങൾ, പ്രാർത്ഥന, അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ കുറേ കൂടി അവനവൻ്റെ ഒരു ഗ്രോത്ത്, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, അതൊക്കെയാണ് സ്പിരിച്വൽ ഗ്രോത്ത് എന്ന് നമ്മൾ പറയാം. എനിവേ, സോ അങ്ങനെയൊക്കെ ഉള്ളൊരു സിറ്റുവേഷൻ എനിക്ക് ഇവിടെ കാണുന്നുണ്ട്. നമുക്ക് ഓക്കെ, ആദ്യം ഇത് പറയാം. ഇവിടെ കാണുന്ന ടവർ കാർഡാണ്, 10 of Pentacles, Emperor. ഓക്കെ, ഐ തിങ്ക് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടാവാം. എന്നിട്ട് ടവർ കാർഡാണ് ആദ്യം തന്നെ. സോ എവിടെയോ നിങ്ങളുടെ ലൈഫിൽ കുറേ വിഷമങ്ങളോ സങ്കടങ്ങളോ എന്തെങ്കിലും നിങ്ങൾ വിചാരിക്കാതെ ചിലപ്പോൾ കുറച്ച് പേർക്കെങ്കിലും നിങ്ങളുടെ ലൈഫിലൊരു മേജർ ഈവൻറ്റ് എന്ന് വെച്ചാൽ എന്തെങ്കിലും തകർന്ന പോലത്തെ ഒരു ഈവൻറ്റ് നിങ്ങളുടെ ലൈഫിൽ, ഇപ്പോൾ ആരുടെയെങ്കിലും മരണവും പറയാം. ഓക്കെ, മീൻസ് നിങ്ങളുടെ അത്രയും ക്ലോസ് ആയിരുന്ന ആരുടെയെങ്കിലും മരണം ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി പോയി, അല്ലെങ്കിൽ ജോലി മാറ്റം, സ്ഥലം മാറ്റം, പെട്ടെന്ന് നമുക്കൊരു വലിയൊരു സ്ഥലം ചേഞ്ച് ഒക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലേ? അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ലൈഫിൽ തന്നെ എന്തെങ്കിലുമൊക്കെ വലിയ ഒരു ഈവൻറ്റ് നടക്കാം. നിങ്ങൾക്കൊരു ആക്സിഡൻ്റ് ആയി, എനിക്ക് ഓർമ്മ വരുന്നൊക്കെ പറയാൻ ശ്രമിക്കുകയാണ്. ആക്സിഡൻ്റ് ആയി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറ്റി, അസുഖം വന്നു, അങ്ങനെ എന്തെങ്കിലും വലിയ പണത്തിൻ്റെ എന്തെങ്കിലും വലിയൊരു ലോസ്, വേറെ എന്തെങ്കിലും ബിസിനസ്സിലെ ലോസ്, എന്തെങ്കിലും നിങ്ങൾക്ക് വളരെയധികം നിങ്ങളെ, അതായത് വല്ലാതെ നിങ്ങൾക്കൊരു വിഷമമുണ്ടാക്കുന്ന ഒരു ഘട്ടം നിങ്ങളുടെ ഒരു ലൈഫിലൊരു വല്ലാത്തൊരു എന്തെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ തന്നെ എന്തെങ്കിലും ഇഷ്യൂസ്, ഫാമിലിയിലെ ചില പ്രശ്നങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾ എന്തും തന്നെ ആയിക്കോട്ടെ, നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഒരു ഈവൻറ്റ് എന്തെങ്കിലും ഉണ്ടായിക്കാണാം. ഓക്കെ, ഫാമിലിയുടെ കാര്യം കാണുന്നുണ്ട്. മേ ബി ഇവിടെ ഫാമിലി എംപറർ ഒക്കെ ഉണ്ട്. സോ എവിടെയോ മേ ബി ഇതൊരു ലൈക്ക് ജോലി പോയ ടൈപ്പിലാവാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഫാമിലി മെമ്പർ ആരെങ്കിലും നഷ്ടപ്പെട്ട കാര്യമായിരിക്കാം, നിങ്ങളുടെ അച്ഛൻ, അമ്മ, പാരൻസ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, അങ്ങനെ എന്തെങ്കിലും, ഈവൻ ഹസ്ബൻഡ്, വൈഫ്, അങ്ങനെ എന്തെങ്കിലും ഡെത്ത്, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളാവാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഞാൻ പറഞ്ഞ പോലെ ജോലിയുടെ നഷ്ടം. ഓക്കെ, അല്ലെങ്കിൽ ഫാമിലിയുടെ തന്നെ ചിലപ്പോൾ സമാധാനം പോവാം. ഓക്കെ, ഇവിടെ ഇത് കാണുമ്പോൾ നിങ്ങൾക്കറിയാം അല്ലേ, ഇതൊരു ഫാമിലി ആയിട്ട് ഇരിക്കുന്നുണ്ട്, ബട്ട് ഇവിടെ ഫാമിലിയിൽ ഒരു വളരെ സാഡായിട്ടും ഇരിക്കുന്നുണ്ട്. സോ ഫാമിലിയിൽ ഉള്ള എന്തെങ്കിലും ഇഷ്യൂസ് അങ്ങനെയും പറയാം. സോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ മേജറായിട്ടൊരു ഈവൻറ്റ് നടക്കുന്ന ഒരു സമയത്തായിരിക്കും ഈ പേഴ്സൺ വന്നത് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, അവർ
വന്ന് നിങ്ങൾക്ക് ഇതൊരു വിക്ടറി കാർഡാണ്. 6 ഓഫ് വാൻഡ്സ് വിക്ടറി കാർഡാണ്. ഓക്കെ, ആൻഡ് ഇവിടെ കിങ് ഓഫ് സോഡ്സും ഉണ്ട്. സോ ആ പേഴ്സൺ വളരെ സ്ട്രോങ് ക്യാരക്ടർ ആയിരിക്കും. ഓക്കെ, വളരെ സ്ട്രോങ് ആയിട്ടൊരു ക്യാരക്ടർ. അവർ വളരെ എന്താ പറയുക, ഭയങ്കര ബോൾഡായിട്ട് നിങ്ങൾക്ക് തോന്നാൻ പറ്റും. അവർ ഭയങ്കര ബോൾഡാണ്, അവർക്കെല്ലാം ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നു. നിങ്ങൾക്കൊരു വളരെ ഒരു എന്താ പറയുക, നമ്മൾ പറയില്ലേ അത്രത്തോളം ഒരു മതിപ്പ് തോന്നുക എന്ന് പറയില്ലേ, ആ രീതിക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്ത് കാണാം. ഓക്കെ, ആ പേഴ്സൺ ആ രീതിക്കായിരിക്കും. ഓക്കെ, അവരുടെ ബിഹേവിയറൊക്കെ അങ്ങനെയായിരിക്കും. അത് കണ്ടിട്ട് നിങ്ങൾ വളരെയധികം ഇൻസ്പയർ ആയിട്ടുണ്ടാവും. ഓക്കെ, ഇവിടെ വിക്ടറി സക്സസ് എന്നും കാണുന്നുണ്ട്. സോ മേ ബി നിങ്ങൾക്ക് ഇതിൽ നിന്നൊക്കെ ഒന്ന് പുറത്ത് വരാൻ, അതായത് നിങ്ങളുടെ ആ ഒരു വിഷമത്തിൻ്റെ ഫേസിൽ നിന്ന് നിങ്ങളെ പുറത്ത് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ എനർജി ആവാം ഇത്, അല്ലെങ്കിൽ പേഴ്സൻ്റെ എനർജി ആവാം, നിങ്ങൾ ആ ഒരു ബോൾഡ്നെസ്സിലേക്ക് വരാൻ. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും സക്സസ് കിട്ടാൻ ഓക്കെ മേ ബി ആ പേഴ്സൺ ഒരു കാരണമായി കാണാം. ഓക്കെ, ഇവിടെ ഞാൻ വളരെ ഐ തിങ്ക് ഒരുപാട് കുറച്ചേ എടുത്തിട്ടുള്ളൂ, കുറച്ചുകൂടി എടുക്കാം. എനിക്കിപ്പോൾ മെയിനായിട്ട് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ ലൈഫിൽ ഒരു സന്തോഷം കൊണ്ടുവരാൻ. ഓക്കെ, നിങ്ങൾ ഒരുപാട് വിഷമിച്ചിരുന്ന സമയത്ത് ഒരു സന്തോഷം തരാൻ, നിങ്ങൾക്കൊരു സപ്പോർട്ട് തരാൻ ആ രീതിക്ക് ഒരു വ്യക്തി വന്നതാവാം. 9 of Wands, 8 of Wands. ഓക്കെ, Temperance, Balance, and Knight of Pentacles, 5 of Pentacles, King of Wands ഉണ്ട്, King of Cups ഉണ്ട്. വാ 2-3 കാർഡ്. ഓക്കെ, അവർ എല്ലാ കിങ്ങും വന്നു ഇവിടെ. 1 2 3. ഓക്കെ, 3 കിങ് വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഐ തിങ്ക് ഇവിടെ നിങ്ങൾ അവനവനെ ഒരു ബൗണ്ടറി വെച്ച് നിൽക്കുന്നത്, അതായത് നിങ്ങളുടെ ചില പേടികൾ, ഓക്കെ, നിങ്ങളെ ഒന്ന് പുറത്തു കൊണ്ടുവരാൻ, അങ്ങനെ പറയാം. ഓക്കെ, അതായത് നിങ്ങളെ ഒന്ന് മാറ്റിയെടുക്കാൻ, നിങ്ങളെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ലൈക്ക് ഒരു കുറെ കൂടി ബോൾഡ്നെസ് കൊണ്ടുവരാനായാലും ശരി, നിങ്ങളുടെ തന്നെ സ്വന്തം കേപ്പബിലിറ്റീസ് നിങ്ങൾക്ക് തിരിച്ചറിയാൻ. ഓക്കെ, നിങ്ങൾ അങ്ങനെ അവനവനെ ഒരു പരിമിതി, ഇങ്ങനെ ലിമിറ്റേഷൻ വെച്ച് നിന്ന വ്യക്തികളായിരിക്കാം. ഓക്കെ, ബട്ട് അതിൽ നിന്നൊക്കെ നിങ്ങളെ ഒന്ന് മാറ്റിയെടുക്കാൻ, നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ചസ് കൊണ്ടുവരാൻ എന്ന് പറയാം. അതിപ്പോൾ എന്ത് തരത്തിലും ആവാം. ഓക്കെ, നിങ്ങളുടെ ഉള്ളിലെ എന്താ പറയുക ടാലൻസിനെ പുറത്തു കൊണ്ടുവന്നായിരിക്കാം. ഇത് ആക്ച്വലി കമ്മ്യൂണിക്കേഷൻ്റെ കാര്യം പറയാറുണ്ട് ഞാൻ, എന്തുകൊണ്ടോ അത് ആലോചിച്ചു പോയതാണ്. ചിലവർക്ക് നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ടാലൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, എഴുത്തോ പാട്ടോ അങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതൊക്കെ പുറത്തു വന്ന് കാണാം. നിങ്ങൾ അതൊക്കെ ചെയ്യാൻ തുടങ്ങി കാണാം. ഓക്കെ, അതുവരെ നിങ്ങൾ അവനവനെ ഒരു റെസ്ട്രിക്റ്റ് ചെയ്ത് നിർത്തിയതിൽ നിന്ന് മേ ബി നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം വന്നിട്ടുണ്ടാവും. ഓക്കെ, ടെമ്പറൻസ്, ബാലൻസ്. ഓക്കെ, നിങ്ങളെ തന്നെ ബാലൻസ് ചെയ്യാൻ, അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ ഇമോഷണൽ സൈഡും പ്രാക്ടിക്കൽ സൈഡും കുറെ കൂടി ബാലൻസിലേക്ക് കൊണ്ടുവരാൻ. ഓക്കെ, നിങ്ങളെ തന്നെ ഒന്ന് നിങ്ങൾ മാറ്റിയെടുക്കാൻ തുടങ്ങുന്നതായിട്ടാണ് ഈ ഒരു വ്യക്തി വന്നിട്ടായിരിക്കും അങ്ങനെയൊക്കെ സംഭവിച്ചത്. ഓക്കെ, ആൻഡ് ഇവിടെ കിങ് നൈറ്റ് ഓഫ് പെന്റക്കിൾസ്, മേ ബി നിങ്ങൾ ഏൺ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. സ്വന്തമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഏണിങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്ത് കാണാം. ലേഡീസൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും നിങ്ങൾക്ക് മേ ബി ആ പേഴ്സൺ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തിട്ട് നിങ്ങൾ വല്ല ജോലിക്ക് പോകാനോ അല്ലെങ്കിൽ അതിനൊക്കെ നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്ത് കാണാം. ഈവൻ ജെൻസ് ആയാലും ശരി, നിങ്ങൾ കുറെ കൂടി നിങ്ങളുടെ ലൈഫിലും ഓക്കെ കുറെ കൂടി നിങ്ങളുടെ ഒരു കരിയർ അങ്ങനത്തെ കാര്യത്തിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കാണാം. ജെൻസ് ആണെങ്കിൽ നിങ്ങൾ 2 കൂട്ടരായാലും ഓക്കെ, നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ ലക്ക് വന്ന് കാണാം ആ പേഴ്സൺ കാരണം. ഓക്കെ, ആ പേഴ്സൺ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ലൈക്ക് നല്ലത് വരാൻ. ഓക്കെ, നല്ലത് വരാൻ ഇപ്പോൾ അത് പണം കൊണ്ടാവണമെന്നില്ല, പണം മാത്രം ആവണമെന്നില്ല. അത് അങ്ങനത്തെ ചില ലക്കൊക്കെ നിങ്ങൾക്ക് കിട്ടി കാണാം. അഗെയിൻ പണത്തിൻ്റെ നഷ്ടം കാണുന്നുണ്ട്. സോ അതാണ് ഞാൻ പറഞ്ഞത്, മേ ബി നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ വന്ന ലോസ്, മുമ്പത്തെ പ്രീവിയസ് ലോസ്. ഓക്കെ, അതായത് 8 അവർ കാർഡ് വന്നത്, ഇപ്പം നിങ്ങൾക്ക് പ്രീവിയസ് ലോസ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നതിൽ അതിൽ നിന്ന് നിങ്ങളെ ഒന്ന് മാറ്റിയെടുക്കാൻ, നിങ്ങളെ ഒന്ന് പുറത്തു കൊണ്ടുവരാൻ ഒക്കെയാണ് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നത്. അതിനൊക്കെ ആയിരിക്കും. ഓക്കെ, നിങ്ങൾ തന്നെ അവനവനെ ഒരു ബൗണ്ടറി വെച്ച് നിങ്ങൾ നിന്നിട്ടുണ്ട്. എപ്പോഴും ഒരു ഡിഫെൻസീവായിട്ട് നിങ്ങൾ എപ്പോഴും ഡിഫെൻസീവ് അല്ല, ഇതിവിടെ എനിക്ക് പറയാൻ തോന്നുന്നത് നിങ്ങളുടെ കഴിവുകൾ. ഓക്കെ, നിങ്ങൾക്ക് കഴിവുകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതിനൊക്കെ നിങ്ങൾ തന്നെ മേ ബി ഫാമിലി സമ്മതിക്കില്ല, അല്ലെങ്കിൽ അങ്ങനെ പലതും ആലോചിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ ബോൾഡായിട്ട് സംസാരിക്കാൻ സാധിക്കില്ല, അങ്ങനെയൊക്കെ ഒരു നേച്ചറൊക്കെ ആണെങ്കിൽ അതൊക്കെ മാറ്റിയെടുത്ത് നിങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ചിലവർക്ക് നിങ്ങൾ സ്പിരിച്വൽ ഗ്രോ ചെയ്തിട്ടുണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ മേ ബി നിങ്ങൾ സ്പിരിച്വലി കൂടി കൂടുതൽ ഇൻവോൾവ് ആയിട്ടുണ്ടാവും. ഓക്കെ, കുറച്ച് പേർക്കെങ്കിലും നിങ്ങൾ മെഡിറ്റേഷൻ കാര്യങ്ങൾ, ഓക്കെ, അതുപോലെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഇതെവിടെയോ എനിക്ക് ഇവിടെ കുറച്ച് പേരിങ്ങനെ വളരെ പാവം ഉള്ള ആൾക്കാരെയും കാണുന്നുണ്ട്, ഇവിടെ കുറച്ച് ഓക്കെ ആയിട്ടുള്ള ആൾക്കാർ. സോ ഐ തിങ്ക് നിങ്ങൾ ഒരു ലൈഫിൻ്റെ സിറ്റുവേഷൻസ് നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി കാണും, മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങി കാണാം. സ്പിരിച്വലി ഒരു ഗ്രോത്ത് നിങ്ങളുടെ ഉള്ളിൽ. ഓക്കെ, അത് മാത്രമല്ല നിങ്ങൾക്ക് മറ്റുള്ളവരോടുള്ള ഒരു അൺകണ്ടീഷണലായിട്ട് നമുക്ക് എല്ലാവരെയും
മറ്റുള്ളവരെ വേദന കൂടി മനസ്സിലാക്കുക, യെസ് അങ്ങനെ പറയും, വേദന മനസ്സിലാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചേഞ്ചസ് നിങ്ങളുടെ ഉള്ളിൽ വന്നിട്ടുണ്ടാവാം. ഇതെവിടെയോ യാത്ര കാണുന്നത് എനിക്ക്, മേ ബി ചിലവരുടെ ലൈഫിൽ ഒരു യാത്രയോ അങ്ങനത്തെ കാര്യങ്ങളോ വന്നിട്ടുണ്ടാവാം. മാറ്റം, ചേഞ്ചസ്, എനിക്കതാണ് ഫീൽ ചെയ്യുന്നത് മെയിനായിട്ട്. ഇതിൽ നിന്ന് ഇതിവിടെ 9 ഓഫ് വോൺസ് നമ്മൾ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ അവനവനെ റെസ്ട്രിക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലേ, അവനവനെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് വന്ന് ഇത് ഫ്ലൈ ചെയ്യുന്ന പോലെയാണ് അല്ലേ. സോ മേ ബി എവിടേക്കോ നിങ്ങളുടെ ലൈഫിൽ ഒരു ഗ്രോത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ഗ്രോത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരാനായിരിക്കും, നിങ്ങളെ തന്നെ ബാലൻസ് ചെയ്യാനായിരിക്കാം. ഞാൻ പറഞ്ഞ പോലെ ചിലവർക്ക് കരിയർ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയതായിട്ട് കാണും. മേ ബി ഇവരെ മീറ്റ് ചെയ്ത ശേഷമായിരിക്കാം ചിലപ്പോൾ അങ്ങനത്തെ വല്ലതൊക്കെ നിങ്ങൾക്ക് സംഭവിച്ചത്. നല്ല കാര്യങ്ങൾ എന്തെങ്കിലും അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്ത് കാണാം, അങ്ങനെയാവാം, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ഹെൽപ്പ് ചെയ്തോ, രണ്ടും ആവാം അല്ലേ. ഓക്കെ, ഇവിടെ 5 ഓഫ് പെന്റിക്കിൾസിൻ്റെ ഓക്കെ. ആൻഡ് ഇവിടെ എവിടേക്കോ എനിക്ക് പേഴ്സൺ നിങ്ങളോട് വളരെയധികം കെയറിങ് ആയിട്ടും കിങ് ഓഫ് കപ്സും കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളോട് അട്രാക്ഷനും പാഷനും നിങ്ങൾക്ക് അതൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടാവും ആ പേഴ്സണിനോട്. ആ പേഴ്സണും നിങ്ങളോടുണ്ട്. ഓക്കെ, ആ പേഴ്സണിന് നിങ്ങളോട് വളരെയധികം കെയറിങ്ങും വളരെയധികം സ്നേഹത്തോടെയും അവർ നിന്നിട്ടുണ്ട് നിങ്ങളുടെ അടുത്തും. അതൊക്കെ നിങ്ങളുടെ ലൈഫ് മാറ്റാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇത് ഞാൻ ഇപ്പോൾ മാറ്റി വയ്ക്കുന്നു. കുറച്ചുകൂടി കാർഡ്സ് എടുത്തേക്കാം. ഓക്കെ, വേറെ എന്തൊക്കെയായിരിക്കാം ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ? സോറി, വലിയ വലിയ കാർഡ്സ് ആണ്. ഓക്കെ, ആ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങളോട് സെയിം തിങ്. ഓക്കെ, കിങ് ഓഫ് കപ്സ്, മൂൺ കാർഡ് നേരത്തെ കണ്ടു. സോറി, ഒരുപാട് കാർഡ്സ് വന്നു കേട്ടോ. എംപ്രസ്, ഇവിടെ എംപ്രർ ഉണ്ടായിരുന്നു അല്ലേ, എംപ്രറും ഉണ്ട് എംപ്രസ്സും ഉണ്ട്. ഓക്കെ, ഹെർമിറ്റ്, ക്വീൻ ഓഫ് വോൺസ്, 5 ഓഫ് വോൺസ്, 2 ഓഫ് വോൺസ്, ഫുൾ കാർഡ്, സൺ. ഇതെവിടെയോ ശരിക്കും നിങ്ങളുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് ഈ പേഴ്സണുമായിട്ട്. ഓക്കെ, അതായത് ആ വ്യക്തിക്ക് അവരുടെ ഭാഗമല്ല ഞാൻ സംസാരിക്കുന്നത്, നിങ്ങളുടെ ഭാഗമാണ്. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു ശരിക്കും നിങ്ങളുടെ ഒരു ആഗ്രഹം നടന്ന പോലെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാറ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഒരു സന്തോഷം വന്ന പോലെ ഈ വ്യക്തി വന്നപ്പോൾ ഐ തിങ്ക് നിങ്ങൾ വല്ലാതെ ഒരുപാട് നിങ്ങൾ സന്തോഷം ഫീൽ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങൾ ഒരുപാട് ഹാപ്പിനെസ് നിങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടാവും. ഫുൾ കാർഡിൻ്റെ ഞാൻ പിന്നെ പറയാം. കിങ് ഓഫ് കപ്സ് എനർജിയാണ്. സോ ആ പേഴ്സൺ നിങ്ങളോട് ഒരുപാട് സ്നേഹമുള്ള, അവർക്കും സ്നേഹമുണ്ട്, നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട് അവർക്കും. അങ്ങനെ തന്നെയാണ് ഇവിടെ കാണുന്നത്. ആൻഡ് ഇവിടെ മൂൺ കാർഡാണ്. പക്ഷേ ഇവിടെ എനിക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ മറിഞ്ഞിരുന്നിട്ടുണ്ടാവാം. ഓക്കെ, ചില കാര്യങ്ങൾ ഇവിടെ മറിഞ്ഞിരുന്നിട്ടുണ്ടാവും. നിങ്ങൾ അവരെക്കുറിച്ച് ഓർക്കുമ്പോഴും വളരെ ഇമോഷണൽ ആയിരിക്കാം, ചിലപ്പോൾ അങ്ങനെയാവാം. ആൻഡ് ഇവിടെ ചില കാര്യങ്ങൾ മറിഞ്ഞിരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മേ ബി അത് നിങ്ങൾ പിന്നീടായിരിക്കാം അറിഞ്ഞത്. കാരണം സൺ കാർഡ് പറയുമ്പോഴും നമ്മൾ ചില കാര്യങ്ങൾ അറിയുക എന്ന രീതിക്ക് പറയും. ഇവിടെ എംപ്രസ് എന്നുണ്ട്. സോ മേ ബി അവരുടെ ഫാമിലി നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന രീതിക്കായിരിക്കും. എംപ്രസ് പറയുമ്പോൾ നമ്മളൊരു പാരൻസ് എന്ന രീതിക്ക് എടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ അവർ മാരീഡ് ആയിരിക്കാം ഓൾറെഡി, ചിലപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാവാം. മേ ബി ഞാൻ പറഞ്ഞ പോലെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ തമ്മിൽ വളരെയധികം അട്രാക്ഷനും സ്നേഹവും പാഷനും എല്ലാം ഉണ്ടായിരുന്നു. ഓക്കെ, ബട്ട് അത് പിന്നീട് മേ ബി അവരൊരു കുറച്ചൊന്ന് ബാക്ക് ആയിട്ടുണ്ടാവും. ഐ തിങ്ക് നിങ്ങളെ അവർ മോട്ടിവേറ്റ് ചെയ്തു കൊണ്ടുവന്നു. നിങ്ങളുടെ ലൈഫിൽ എന്തിനു വന്നു എന്നല്ലേ നമ്മൾ പറഞ്ഞു. സോ നിങ്ങളെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തു. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു ശരിക്കും ഒരു ചേഞ്ച് നിങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ കുറേ മാറ്റങ്ങൾ നിങ്ങളിൽ തന്നെ വന്നിട്ടുണ്ടാവും. ഓക്കെ, ആൻഡ് ഇവിടെ ക്വീൻ ഓഫ് വോൺസ് കാണുന്നുണ്ട്. നിങ്ങളുടെ ഒരു പവർ നിങ്ങൾ തിരിച്ചറിഞ്ഞ പോലെയാണ്. ഓക്കെ, ലേഡീസും അത് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ മാറ്റിക്കോളൂ, ലേഡി ജെൻസ് ഒക്കെ. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. ക്വീൻ ഓഫ് വോൺസ്, കിങ് ഓഫ് വോൺസ് ഒക്കെ ആയിട്ട് എടുക്കാം. നിങ്ങൾ എവിടെയോ അവനവനെ തന്നെ നിങ്ങൾ സ്നേഹിച്ചു തുടങ്ങി. ഓക്കെ, നിങ്ങൾ അവനവനെ തന്നെ നിങ്ങൾക്ക് തന്നെ ഒരു നിങ്ങളുടെ കഴിവും എല്ലാം നിങ്ങൾ തിരിച്ചറിഞ്ഞ് കുറെ കൂടി അവനവനെ നിങ്ങൾ ഒരു ഞാൻ പറഞ്ഞ പോലെ ഗ്രോത്ത് നിങ്ങളിൽ വന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ബട്ട് യെസ്, കോൺഫ്ലിക്റ്റ് ഉണ്ടായി നിങ്ങളുടെ പേഴ്സണുമായിട്ട്, ഐ എം ഷുവർ. ഓക്കെ, 5 ഓഫ് വോൺസ് ഇവിടെ കാണുന്നുണ്ട്. കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷൻ എന്ന രീതിയിൽ പറയാം. നിങ്ങളുടെ പേഴ്സണുമായിട്ട് ചില പ്രശ്നങ്ങളോ കാര്യങ്ങളോ നിങ്ങൾ തമ്മിൽ വന്നിട്ടുണ്ട്. ബട്ട് ഇപ്പോൾ ഐ തിങ്ക് ആ ഒരു നിങ്ങളൊരു 2 വഴിയുടെ ഇതിൽ നിൽക്കുകയാണ് ഇപ്പോൾ.
അതായത് ഏത് പാത്ത് നിങ്ങൾ ചൂസ് ചെയ്യണം എന്നുള്ള ഒരു ലെവലിൽ ഇപ്പം എത്തി നിൽക്കുകയാണ് നിങ്ങൾ. ഓക്കെ, കാരണം ഈ പേഴ്സണോട് നിങ്ങൾക്ക് അത്രത്തോളം അറ്റാച്ച്മെന്റ് ഉണ്ട്, അവർക്കും നിങ്ങളോടുണ്ട്, രണ്ടുപേർക്കും ഉണ്ട്. അവർ നിങ്ങളെ ലൈഫിൽ ഒരുപാട് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തൊക്കെ കൊണ്ടുവന്നതാണ്. അല്ലെങ്കിൽ എന്ത് തന്നെയായാലും ശരി, മോട്ടിവേറ്റ് ചെയ്താലും ശരി ഇല്ലെങ്കിലും ശരി, ആ പേഴ്സന്റെ ഒരു പ്രസൻസ് കൊണ്ട് തന്നെ നിങ്ങളിൽ കുറേ മാറ്റം വന്നിട്ടുണ്ട്. ഓക്കെ, അവർ നിങ്ങളെ കെയർ ചെയ്തു. ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ കിങ് ഓഫ് സോർഡ്സ് പറയുമ്പോൾ നമ്മൾ വളരെ ഒരു ദേഷ്യം, അങ്ങനെയുള്ള ഒരു കൺട്രോളിങ് വ്യക്തി എന്ന രീതിയിലൊക്കെയാണ് പറയാം. ബട്ട് എന്നാലും അവരുടെ ആ ഒരു പ്രസൻസ് തന്നെ, അവർ നിങ്ങളുടെ ലൈഫിൽ വന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈവൻ ലേഡീസ് ആയാലും കേട്ടോ. ഓക്കെ, അങ്ങോട്ട് ക്വീൻ ഓഫ് സോർഡ്സ് ആയിട്ടും എടുക്കാം നിങ്ങൾക്ക്. അപ്പം നിങ്ങളടുത്ത് അതായത് കൊഞ്ചിയിട്ടും കെയർ ചെയ്തിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി എന്ന രീതിക്കല്ല പറയുന്നത്. പക്ഷെ സ്നേഹമുണ്ട്, ഉള്ളിൽ സ്നേഹമുണ്ട്, പക്ഷെ പുറത്ത് കാണിക്കുന്നത് ഇങ്ങനെയാണ്, ലൈക്ക് ഒരു റഫായിട്ട്. എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് നമുക്ക് വളരെ കെയറിങ് ആയിട്ടൊരു വ്യക്തി നമ്മളെ ഒരുപാട് പാമ്പർ ചെയ്യുക, ആ രീതിക്കുള്ള ഒരു ആഗ്രഹമായിരിക്കും. പക്ഷെ ഇവർ അങ്ങനെ ആയിരിക്കില്ല. എൻ്റെ മനസ്സിൽ അങ്ങനെയാണ് എനിക്ക് വരുന്നത്. ഇതായിട്ട് ഇവിടുത്തെ സിനാരിയോയിൽ ആ വ്യക്തി അങ്ങനെയല്ല. ഓക്കെ, അവർ വളരെ സ്ട്രോങ് ആയി നിന്ന്, അതായത് നിങ്ങളെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഇൻഡിപെൻഡൻസിലേക്ക് എത്തിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അതായത് നിങ്ങൾ അൺകണ്ടീഷണലി, കാരണം അവർക്ക് സ്നേഹം ഉണ്ട് ഉള്ളിൽ, പക്ഷെ അവർ കാണിക്കുന്നത്, പുറത്ത് കാണിക്കുന്നതൊക്കെ വളരെ റഫായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ അങ്ങനെ വല്ല ഇതായിട്ടൊന്നും അല്ല അവർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ എവിടേക്കോ നിങ്ങളിൽ കുറേ ഒരു ബോൾഡ്നെസ്സും, നിങ്ങൾ തനിയെ നിൽക്കാൻ പഠിക്കലും, ശരിക്കും നിങ്ങൾ തനിച്ച് ഇവിടെ ഹെർമിറ്റ് കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ഇപ്പോൾ സെപ്പറേഷനോ വലുതൊക്കെ ആയിരിക്കാം. ഓക്കെ, നോ കോണ്ടാക്റ്റോ സെപ്പറേഷനോ ഉണ്ടാവാം. ബട്ട് അപ്പോഴും നോക്കൂ നിങ്ങൾ നിൽക്കുന്നത് എന്ത് ലെവലിലാണ്? ക്വീൻ ഓഫ് വോൺസ് ലെവലാണ്. ക്വീൻ ഓഫ് വോൺസ് പറയുമ്പോൾ നിങ്ങളുടെ ഒരു അബണ്ടൻസ്, നിങ്ങളുടെ ഒരു കഴിവ്, അങ്ങനത്തെ ഒരു ലെവലിൽ നിങ്ങൾ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. സോ ആ ഒരു മാറ്റത്തിന് റീസൺ ഈ പേഴ്സൺ ആണ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, എന്തായാലും ശരി, ഇവിടെ സിറ്റുവേഷനിൽ ഒരു മാറ്റം വരും. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഇപ്പം നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്റ്റോ വല്ലതും ഉണ്ടെങ്കിൽ അവർ തിരിച്ചു വരും. ഓക്കെ, ഇവിടെ ഫുൾ കാർഡ് ഉണ്ട്. നമ്മളൊരു റിസ്ക് എടുത്തിട്ടായാലും ഒരു പുതിയ കാര്യം റീസ്റ്റാർട്ട് ചെയ്യുക എന്ന രീതിയിലാണ് പറയുക. സണ്ണും ഉണ്ട്, കപ്സും ഉണ്ട്. നിങ്ങളുടെ ആഗ്രഹം നടക്കും. ഓക്കെ, നിങ്ങൾ എന്താണോ ഈ റിലേഷൻഷിപ്പിൽ ആഗ്രഹിക്കുന്നത് അത് നടക്കും മുന്നോട്ട്. ഓക്കെ, ബട്ട് ഇപ്പോൾ മേ ബി നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം ഒരു കൺഫ്യൂഷനിലാണ്. ദാറ്റ് ഈ റിലേഷൻഷിപ്പിന് ഇനിയിപ്പോൾ എന്താണ്, ഇത് എങ്ങനെ മുന്നോട്ട്, എന്താണ് ഇതിൻ്റെ ഫ്യൂച്ചർ, അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. കാരണം മേ ബി നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിരിക്കാം, നിങ്ങൾ മാരീഡ് ആയിരിക്കാം, അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവാം. അല്ലെങ്കിൽ മേ ബി ഫാമിലി, ഞാൻ പറഞ്ഞ പോലെ ഫാമിലി അഗ്രി ചെയ്യുന്നില്ല, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. ബട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഓർത്ത് ഇമോഷണൽ ആണ് കേട്ടോ. ഓക്കെ, അത് അതിവിടെ കാണുന്നുണ്ട്. കിങ് ഓഫ് കപ്സും മൂണും പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് വളരെ ഇമോഷണലി അറ്റാച്ച്ഡ് തന്നെയാണ്. ഓക്കെ, ബട്ട് അവർ പെരുമാറുന്നത് കുറച്ച് റഫായിട്ടൊക്കെ ആയിരിക്കാം. അതുകൊണ്ടായിരിക്കും നിങ്ങളുടെ മൈൻഡിൽ ഇപ്പോൾ കൺഫ്യൂഷൻ. ഇവർക്ക് എന്നോട് സ്നേഹമുണ്ടോ എന്ന രീതിക്ക് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. ഓക്കെ, ബട്ട് ഇവിടെ ഫ്യൂച്ചറിലേക്ക് നമ്മൾ പറയുമ്പോൾ ഒരു കാര്യം ചെയ്യാം, ഷഫിൾ ചെയ്തിട്ട് തന്നെ എടുക്കാം. സെയിം കാർഡ് കാണുമോ നോക്കാമല്ലോ അല്ലേ? ഫ്യൂച്ചറിലേക്ക് ഇത് എന്താണ് നോക്കാം, ഈ റിലേഷൻഷിപ്പ്. ഫ്യൂച്ചറിലേക്ക് പേഴ്സണായിട്ട് 4 of Pentacles, 5 of Cups, 2 of Cups and Star. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഇപ്പോൾ സെപ്പറേഷൻ ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഇപ്പോൾ സെപ്പറേഷനോ അങ്ങനത്തെ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണായിട്ട് റീയൂണൈറ്റ് ചെയ്യും. ഓക്കെ, പേഴ്സൻ്റെ മനസ്സിൽ ഫീലിങ്സ് ഉണ്ട് നിങ്ങളോട് ഒരുപാട്, പക്ഷെ അവരതെല്ലാം മനസ്സിൽ അടക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ നേരത്തെയും പറഞ്ഞു, അവരെ പെരുമാറ്റം അങ്ങനെയാണ്. ഓക്കെ, ബട്ട് അവർക്ക് ഉള്ളിൽ ആഗ്രഹമുണ്ട്, അവരും നിങ്ങളെ നഷ്ടപ്പെടാൻ അവർ ആഗ്രഹിക്കുന്നില്ല. മേ ബി ഇപ്പം നിങ്ങൾ ഗ്രോ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെയും പറയാം. മേ ബി ഇപ്പം നിങ്ങളുടെ ഒരു ഗ്രോത്തിൻ്റെ ലെവലെത്തിയപ്പോൾ ഇപ്പോൾ അവർക്ക് തോന്നുന്നുണ്ടാവും അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടും എന്ന്. ഓക്കെ, 5 of Cups, 5 of Pentacles ഒക്കെ നമ്മൾ പറയുന്നത് നമുക്ക് നഷ്ടം വരിക എന്ന രീതിക്കാണ്. സോ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ തോന്നുന്നുണ്ടാവും നിങ്ങളെ നഷ്ടപ്പെടുമോ എന്ന് പേടിയുണ്ടാവാം, അവർക്കൊരു വിഷമം ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ തമ്മിൽ സോൾമേറ്റ് ആണ്, ഞാൻ അതാ പറഞ്ഞത് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് എന്ന്. ഓക്കെ, അപ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങളെ ഒരു ചിലപ്പോൾ നിങ്ങളുടെ ഒരു മോശം സമയത്ത് നിങ്ങളുടെ കൂടെ ഒരു, നമ്മൾ പറയില്ലേ, നമ്മളെ ഒന്ന് മേലേക്ക് കൊണ്ടുവരാൻ, അങ്ങനെയുള്ള വ്യക്തി, അങ്ങനെ ആയിരിക്കും അവർ വന്നത്. അല്ലെങ്കിൽ യെസ്, ഓക്കെ, അത് തന്നെയാണ് ഇവിടെ അതൊരു പോയിന്റ് എനിക്ക് പറയാനുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ ഒരു സ്വയം നിങ്ങളെ തന്നെ തിരിച്ചറിയാൻ, നിങ്ങളുടെ ഒരു പവറിൽ വരാൻ ഒക്കെ ഹെൽപ്പ് ചെയ്യാൻ വന്നതായിരിക്കും. അതുമാത്രമല്ല നിങ്ങളെ കുറെ കൂടി സ്പിരിച്വൽ ഗ്രോത്തിലേക്ക് എത്തിക്കാൻ കൂടിയായിരിക്കും. ഓക്കെ, സ്പിരിച്വൽ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഒന്ന് നമ്മൾ എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ, സംഭവം ഇവിടെ ഞാൻ പറയാം, സ്റ്റാർ വേറെന്തെങ്കിലും ഓക്കെ ഇല്ല, ഇവിടെ എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു പേഴ്സൺ, നിങ്ങൾ വളരെ വിഷമിച്ചിരുന്ന ഒരു സമയം അല്ലേ, വിഷമിച്ചു എന്ന് പറയുന്നില്ല, എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല എന്ന് തോന്നിയെന്ന് വിചാരിച്ചോളൂ. ആ സമയത്ത് ഒരു വ്യക്തി വന്നു. അവർ നിങ്ങളെ ഒരുപാട് ലൈക്ക് നിങ്ങളെ കുറേ അവരുമായിട്ടുള്ള സമയങ്ങളിൽ അവരുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളെ ഒരുപാട് സന്തോഷിപ്പിച്ചു.
ഓക്കെ. ബട്ട് ആ പേഴ്സൺ ഒരല്പം മാറുമ്പോൾ, നിങ്ങളുടെ ലൈഫിൽ നിന്നൊന്ന് മാറി നിൽക്കുമ്പോൾ നിങ്ങൾ ആ ഒരു വല്ലാതെ വിഷമിക്കും അല്ലേ. പക്ഷെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ യൂണിവേഴ്സ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, എവിടേക്കോ നിങ്ങൾ അവനവനെ സ്നേഹിക്കണം എന്നാണ് പറയുന്നത്. അതാണ് ആ പേഴ്സൺ നിങ്ങളെ പഠിപ്പിച്ചത്. ആ പേഴ്സൺ നിങ്ങളെ പഠിപ്പിക്കുന്നത് അതാണ്. ഓക്കെ, നിങ്ങൾ അവനവനെ സ്നേഹിക്കണം ആദ്യം എന്നുള്ള കാര്യമാണ്. ഓക്കെ, കാരണം വേറൊരാളുടെ അടുത്ത് നിന്ന് നമ്മൾ ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ ആഗ്രഹിച്ച് നമ്മൾ നിൽക്കുമ്പോൾ അതിലൊരിക്കലും നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ പോകുന്നില്ല. കാരണം സാഹചര്യങ്ങൾ മാറും, ലൈഫ് മാറും അല്ലേ, സിറ്റുവേഷൻസ് മാറും. ഒരിക്കലും ഒരു വ്യക്തിക്ക് നിങ്ങളെ ഫുള്ളായിട്ട് സന്തോഷിപ്പിച്ച് നിർത്താൻ സാധിക്കില്ല വേറൊരു വ്യക്തിക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ വേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവനവനെ സ്നേഹിക്കണം എന്ന് അതുകൊണ്ടാണ് പറയുന്നത്. സെൽഫ് ലവ് അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, ഞാൻ ആക്ച്വലി സെൽഫ് ലവ് ബാച്ച് ഒന്നും കൂടി സ്റ്റാർട്ട് ചെയ്യാൻ എൻ്റെ മനസ്സിൽ ഒരുപാട് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ റീഡിങ്സും മോസ്റ്റ്ലി നെക്സ്റ്റ് വീക്ക് തൊട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യും. പറയാം ഞാൻ കറക്റ്റ്. ഞാൻ ആക്ച്വലി ഫോൺ നമ്പറും കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം ഞാൻ തരാം. ഇവിടെ കുറേ ആയിട്ട് ഞാൻ ഇടയിൽ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ അനൗൺസ് ചെയ്തിട്ടില്ല. എനിവേ ഞാൻ അതിപ്പോൾ പറയുന്നില്ല, പോട്ടെ, കൺഫ്യൂസ് ആയില്ല. ഓക്കെ, ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അതായത് നിങ്ങൾ അപ്പോൾ അവനവനെ സ്നേഹിക്കാൻ തുടങ്ങാം. ഓക്കെ, അവനവനെ സ്നേഹിച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക്, കാരണം നിങ്ങൾ വേറൊരു ആളെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല നിൽക്കുന്നത് നിങ്ങളുടെ സന്തോഷത്തിന്. ആ ആൾ വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെയല്ല. ഓക്കെ, ബട്ട് നിങ്ങൾ ഹാപ്പി അല്ലെങ്കിൽ എന്താവും എന്ന് വെച്ചാൽ നിങ്ങളതൊരു കോഡിപ്പെൻഡൻസി ആയിപ്പോവും. ആ കോഡിപ്പെൻഡൻസി ആകുമ്പോൾ അത് മറ്റേ ആൾക്ക് കൂടി അതൊരു ബേർഡൻ ആവും. നിങ്ങളില്ലെങ്കിൽ എനിക്ക് ശരിയാവില്ല, നിങ്ങൾ വന്ന് എനിക്ക് മെസ്സേജ് ചെയ്തില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല, ഞങ്ങൾ ചോദിച്ചില്ലെങ്കിൽ ഞാൻ കഴിക്കില്ല, ഇതൊക്കെ പറഞ്ഞ് നമ്മൾ ഒരാളെ ശരിക്കും പറഞ്ഞാൽ ആലോചിച്ച് നോക്കും. എത്ര ഒരു ആ വ്യക്തിക്ക് എത്രത്തോളം ലൈക്ക് അവരുടെയും ലൈഫിൽ കാര്യങ്ങളുണ്ട്, അവരുടെ കാര്യങ്ങൾ, അവരുടെ പല സിറ്റുവേഷൻസും ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ എത്ര നിങ്ങളെ കെയർ ചെയ്തുകൊണ്ട് മാത്രമായിരിക്കും. ഓക്കെ, ഒരുപാട് മീൻസ് ചെയ്യണം, കുറച്ചൊക്കെ വേണം, വേണ്ടാന്നല്ല പറയുന്നത്. അപ്പം അങ്ങനെ പക്ഷെ അവിടുന്ന് കിട്ടാതെ വന്നാലും നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കണം നിങ്ങളുടെ ഉള്ളിൽ. ഓക്കെ, അതാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ അവനവനെ സ്നേഹിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് വേറെ വ്യക്തിയെ അൺകണ്ടീഷണലി നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റൂ. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ അതൊരു കൊടുക്കൽ വാങ്ങലായിപ്പോവും. ഓക്കെ, ഞാൻ ഇതിനെക്കുറിച്ച് ഇനിയിപ്പോൾ സെൽഫ് ലവ് ക്ലാസ്സിലൊക്കെ പിന്നെ കൂടുതൽ പറയാം. ഓക്കെ, സോ മനസ്സിലാക്കാം. അപ്പോൾ ആ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വന്ന്, അപ്പോൾ അവർ കുറേ നിങ്ങളുടെ അടുത്ത് നിന്നു, നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തു, നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ഹാപ്പി ആയിട്ടൊക്കെ ഫീൽ ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞ് നിങ്ങളെ വിട്ടിട്ട് പോയി. അപ്പോൾ എന്താവും? അപ്പോൾ നിങ്ങൾ ഡൗൺ ആവും അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ലെസൺ ആ പേഴ്സൺ വന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നത് സെൽഫ് ലവ് ആണ്. നിങ്ങളുടെ തന്നെ കഴിവുകൾ നിങ്ങൾ തിരിച്ചറിയാനും നിങ്ങൾ അവനവനെ സ്നേഹിക്കാനും അൺകണ്ടീഷണൽ ലവ് പഠിക്കാനും ഒക്കെയാണ് അവർ വന്നിട്ടുള്ളത്. ആൻഡ് ഇത് സോൾമേറ്റ് കണക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്ന് സ്നേഹം എന്താണ് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഓക്കെ, പക്ഷെ ആ സ്നേഹം നമ്മൾ മറ്റുള്ളവരിൽ നിന്നല്ല എക്സ്പെക്ട് ചെയ്യേണ്ട, അവനവനിൽ നിന്ന് അവനവനാദ്യം കൊടുക്കണം നമ്മൾ. ഓക്കെ, അപ്പോൾ എവിടെയോ ആ വ്യക്തിയുമായിട്ട് എനിവേ നിങ്ങളുടെ ലൈഫിൽ ഒരു പർപ്പസ് ഉണ്ട്. നിങ്ങൾ മുന്നോട്ട് നിങ്ങളെ സ്പിരിച്വൽ ആക്കാനും ഞാൻ പറഞ്ഞു. ഓക്കെ, നിങ്ങൾ അങ്ങനെ വിഷമിക്കുമ്പോൾ എന്താ ഉണ്ടാവാൻ പോകുന്നത്? നിങ്ങൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകും അല്ലേ. അതാണ് സ്പിരിച്വൽ ഗ്രോത്തിൻ്റെ കാര്യം. സോ എവിടേക്കോ അത് ദൈവത്തിലേക്ക് നിങ്ങളെ എത്തിക്കാൻ കൂടി അവരുടെ ഒരു പർപ്പസ് ഉണ്ട്. ഓക്കെ, ഞാൻ ഇത് മറന്നല്ലോ, റീഡിങ് കഴിഞ്ഞ പോലെയാണ് ഞാൻ സംസാരിച്ചത്. ഓക്കെ, ഇതുകൂടി എടുത്തേക്കാം. സോൾമേറ്റ് കാർഡ് എനിക്ക് കണ്ടത് നല്ല രസമുണ്ട്, ഇവിടെ ഇരിക്കട്ടെ അല്ലേ. 2 of Cups. പിന്നെ അതുപോലെ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് പഠിക്കാൻ എല്ലാം ഒരു, കാരണം നിങ്ങളെ കെയർ ചെയ്യുന്നത് പോരാ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് അവരോട് പറയാനും നിങ്ങൾക്ക് സാധിക്കണം. ഓക്കെ, ഇനി അതൊക്കെ ഞാൻ അത് വേറെ സെൽഫ് ലവിനെ കുറിച്ച് ഇനിയിപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് പറയാം. ഓക്കെ, ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഗ്രേറ്റ്ഫുൾ, സക്സസ് എന്ന് കാണുന്നുണ്ട്, ഇവാലുവേഷൻ, റെക്കഗ്നീഷൻ, എക്സ്പാൻഷൻ, എല്ലാം പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ബൗണ്ടറീസ്. 9 of Wands കാർഡ് ആദ്യം തന്നെ വന്നത്. ഡിനയൽ, ഡിവൈൻ ടൈമിംഗ് ഈസ് പേഷ്യൻസ്, മാനിഫെസ്റ്റേഷൻസ് ആർ ഓൺ ദ വേ. ഓക്കെ, നിങ്ങളോട് പറയുന്നത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം നടക്കും. ഞാനതാ പറഞ്ഞത്, നിങ്ങൾ ആഗ്രഹിച്ച കാര്യം തീർച്ചയായിട്ടും നടക്കും. ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നടക്കും. പക്ഷേ അതിന് ചില ലെസൺസ് നിങ്ങൾ പഠിക്കാനുണ്ട്. ഓക്കെ, വെറുതെ പോയിട്ട് ഒരു വ്യക്തി വേണം നമ്മുടെ ലൈഫിൽ എന്ന് പറയുന്നതല്ല, അങ്ങനെയല്ല വേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് സക്സസ് വരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ആക്ച്വലി സക്സസ് ആൻഡ് റെക്കഗ്നീഷൻ രണ്ടും ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ലൈഫിൽ നിങ്ങളുടെ ഗ്രോത്ത്, ഞാനതാ പറഞ്ഞത്, നിങ്ങളുടെ ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ കരിയറിൽ നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിലൊക്കെ നിങ്ങൾക്ക് ഒരു സക്സസ് ഗ്രോത്ത് ഒക്കെയാണ് കാണുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ അഗെയിൻ എക്സ്പാൻഷനും ഉണ്ട്. പെർസ്യൂ ബിഗർ ആൻഡ് ഗ്രേറ്റർ. നിങ്ങൾ ഒരുപാട് കാര്യം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തൊക്കെയോ ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ഈ ഒരു വ്യക്തി കാരണം ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നത് നിങ്ങളെ ശരിക്കും മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ പവർ മനസ്സിലാക്കിക്കാനാണ് വന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ആ ഗോൾസ് നിങ്ങൾ പെർസ്യൂ ചെയ്യുക, നിങ്ങളുടെ ലൈഫിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. ഞാൻ ഇവിടെ ഇവാലുവേഷൻ എന്ന് പറയുന്നത് ഫീഡ് ഔട്ട് വാട്ട് ഡസൻ സെർവ് യു, റീവാലുവേറ്റ് ദ സിറ്റുവേഷൻ. ഓക്കെ, നിങ്ങൾ സിറ്റുവേഷൻസ് നല്ലോണം നോക്കി മനസ്സിലാക്കി നിങ്ങളുടെ ലൈഫിൽ എന്താണ് നന്നല്ലാത്തത് അതിനെ മാറ്റിയെടുക്കുക. ഇതിപ്പോൾ ഞാനിവിടെ വ്യക്തിയെ പറയുന്നില്ല, ഞാൻ പറയാം എന്നിട്ട് നിങ്ങളുടെ ഉള്ളിലെ കാര്യങ്ങൾ നിങ്ങൾ കുറച്ച് മാറ്റാനുണ്ട്.
ഞാൻ പറഞ്ഞ പോലെ കോഡിപെൻഡൻസി വരാതെ ശ്രദ്ധിക്കാം. ഒരു വ്യക്തി അവരില്ലാതെ അയ്യോ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ അത് എപ്പോഴും നിങ്ങൾക്കത് ഒരു ശരിയാവില്ല. ഓക്കെ, ഞാൻ മനസ്സിലായി, ഞാൻ ഓൾറെഡി കുറേ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. നിങ്ങൾ കുറേ കോഡിപെൻഡൻസിയിൽ നിന്ന് പുറത്ത് വരിക, നെഗറ്റീവ് തോട്ട്സിൽ നിന്ന് പുറത്ത് വരിക, അതുപോലെ നിങ്ങളുടെ ബൗണ്ടറീസ്, ഞാൻ അതാ പറഞ്ഞു, നിങ്ങൾ അവനവനെ ലിമിറ്റ് ചെയ്യാതിരിക്കുക. നോ വെൻ ടു പുട്ട് അപ്പ് ആൻഡ് ലെറ്റ് ഡൗൺ യുവർ വാൾസ്. ഓക്കെ, ഇവിടെ എനിക്ക് ലെറ്റ് ഡൗൺ യുവർ വാൾസ് ആണ് തോന്നുന്നത്. നിങ്ങൾ അവനവൻ്റെ ലിമിറ്റേഷന് പുറത്ത് വരാം. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് സക്സസ്സും അച്ചീവ്മെൻറ്റ്സിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. നിങ്ങൾ അവനവൻ്റെ ഗ്രോത്തിലേക്ക് ഇപ്പോൾ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക, അതിൻ്റെ സമയമാണ്. ഓക്കെ, നിങ്ങളുടെ മൈൻഡിലുള്ള വേറെ വേണ്ടാത്ത ചിന്തകൾ, വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തു മാറ്റുക. ലൈഫ് എന്നായാലും ആൻഡ് ഡിനയൽ, ഫെയിലിയർ ടു അക്സെപ്റ്റ് സിറ്റുവേഷൻ, അൺഹെൽതി സൈക്കിൾസ്. യെസ്, നിങ്ങൾ സിറ്റുവേഷൻ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഇപ്പം ഈ വ്യക്തി ഇപ്പം ഞാൻ പറഞ്ഞു അവർ സോൾമേറ്റ് ആണ്. യെസ്, നിങ്ങളെ ലൈഫിൽ വന്നു, നിങ്ങളെ വളരെയധികം നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ട്. ഇപ്പം ആ വ്യക്തി മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ സിറ്റുവേഷനോ സാഹചര്യത്തിൻ്റെയോ മാറ്റങ്ങളായിരിക്കാം. ഓക്കെ, നിങ്ങൾ കുറേ സിറ്റുവേഷൻ ശരിക്കും മനസ്സിലാക്കാനുണ്ട്. അതിനനുസരിച്ച് നിങ്ങൾ എക്സ്പെക്റ്റേഷൻ വെക്കാൻ പാടുള്ളൂ. ഓക്കെ, അതെന്തൊക്കെയോ നിങ്ങൾ മനസ്സിലാക്കാനുണ്ട് എന്നാണ് തോന്നുന്നത്. ആൻഡ് ഡിവൈൻ ടൈമിങ്, എവറിത്തിങ് ഹാസ് എ ഹയർ പർപ്പസ്. ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വന്നത് ഒരു ഡിവൈൻ പർപ്പസിനാണ്. ഓക്കെ, നിങ്ങളെ സ്പിരിച്വൽ ആക്കാനായാലും നിങ്ങളുടെ ഗ്രോത്തിന് എത്തിക്കാനായാലും അങ്ങനെയുള്ള കാര്യത്തിനാണ് ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുള്ളത്. ഓക്കെ, സോ നമ്മളൊരു കോട്ട്, ഐ തിങ്ക് ഇന്നലെ ഞാൻ പറഞ്ഞൊരു കോട്ട് തെറ്റിപ്പോയി, എനിവേഴ്സാല് ഒരു കോട്ടുണ്ട്, ദാറ്റ് സ്നേഹം എന്ന് പറയുന്നത് വീക്ക്നെസ് ആവരുത്, നിങ്ങളുടെ സ്ട്രെങ്ത് ആവണം എന്നാണ് പറയാം. ഓക്കെ, നിങ്ങൾ അത് വീക്ക്നെസ് എപ്പോഴാണ് ആയിപ്പോകുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ആ മറ്റേ പേഴ്സൺ എനിക്ക് തിരിച്ച് ഞാൻ കൊടുക്കുന്ന പോലെ തരുന്നില്ല, ഞാൻ ചെയ്യുന്ന പോലെ അവർ ചെയ്യുന്നില്ല, എന്നെ വിളിക്കുന്നില്ല, എന്നെ കെയർ ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ അവരെ കുറിച്ച് നിങ്ങൾ പറയാൻ തുടങ്ങുമ്പോൾ അവിടെ അത് നിങ്ങളുടെ വീക്ക്നെസ് ആയി പോവാണ്. ഓക്കെ, അതേസമയം നിങ്ങൾ ഇങ്ങനെ പറയും ഞാൻ സ്നേഹിക്കുന്നുണ്ട് എന്ന് ഒരൊറ്റ ആ തോട്ട് മതി, അത് നിങ്ങളുടെ സ്ട്രെങ്ത് ആവും. ഓക്കെ, അവർ എന്ത് തിരിച്ചു കിട്ടി അത് നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ മനസ്സിൽ സ്നേഹമുണ്ടോ? അവർ വന്ന് സംസാരിച്ചാൽ മാത്രമാണോ നിങ്ങൾക്ക് സ്നേഹം എന്ന് പറയുന്നത്? അല്ല, ഒരിക്കലും അല്ല. അല്ലെങ്കിൽ നിങ്ങൾ കണ്ടാൽ മാത്രമാണോ, അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമാണോ നിങ്ങൾ സ്നേഹം എന്ന് പറയുന്നത്? നോ, ദാറ്റ്സ് റോങ്. അത് തെറ്റാണ്, ഏറ്റവും വലിയ തെറ്റാണ്. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും ഇപ്പോൾ ഒരുപാട് നമ്മൾ റൊമാൻറ്റിസൈസ് ചെയ്തിട്ടെല്ലാം. എനിവേ, സോ കുറെ കൂടി നിങ്ങൾ മനസ്സിലാക്കുക എന്താണ് സ്നേഹം എന്നുള്ളത്. സ്നേഹം ഉണ്ടെങ്കിൽ അതെപ്പോഴും നിങ്ങളുടെ സ്ട്രെങ്തേ ആവുള്ളൂ, ഒരിക്കലും അത് നിങ്ങളുടെ വീക്ക്നെസ് ആവില്ല. ഓക്കെ, അതുകൂടി ഓർക്കുക എപ്പോഴും. ഓക്കെ, സോ നമുക്ക് സോൾമേറ്റ് കാർഡ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, നല്ലൊരു ദിവസമാവട്ടെ. നന്ദി, നമസ്കാരം.